പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലെ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൊണ്ട് നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ നടത്തുന്നവരെ,
ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. ദൈവതിരുസന്നിധിയിൽ വൃത്തിമേനയോട് ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാടെന്ന് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് നിഷ്കാപട്യോ നിഷ്കപടത എന്ന് പറയണത്. ഭക്തി, അതായത് ദൈവസ്നേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ കാപട്യം, നിഷ്കപടത എന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിലും കാപട്യം ഉണ്ടെങ്കിലും അക്സെപ്റ്റബിൾ അല്ല. യാക്കോബ് 1650 കൊല്ലം മുമ്പ് കാണിച്ച കാപട്യമാണ് ഈശോ നദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടത്. എൻ്റെ അർത്ഥം ദൈവദൃശ്യനിധി ഈ സാധനം വെച്ച് പൊറുപ്പിക്കലെന്നാണ് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം, കാപട്യം ഉണ്ടാകരുതെന്ന്. നിങ്ങളുടെ നല്ല നിലപാടിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ കാപട്യം ഉണ്ടാകരുത്. കർത്താവിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ. അവിടെ നിന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നല്ലേ. മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കിയേ, ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. അപ്പം അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലേ? അതൊന്ന് വായിച്ചത്. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അപ്പൊ എങ്ങോട്ടാ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് മരുഭൂമി ചെന്നിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണിത്. ഉയർന്ന സ്ഥലങ്ങൾ, നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങൾ കാണും. ഒത്തിരി പേര് ആ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞാൽ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങളെ കാണും, എല്ലാവരെയും കാണും. അപ്പോൾ പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ അവതരിപ്പിക്കും. കാപട്യം തന്നെ വഴിക്കാണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ഗാനം നല്ലോണം പാടുന്നൊരു വ്യക്തിയാണ്. അയാൾക്ക് നല്ല പേരുണ്ട് നാട്ടിൽ. അയാൾ അങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു ബിഷപ്പിനോട് ഞാൻ 5 രൂപ ചോദിച്ച്, എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല. അതുകൊണ്ട് ഞാൻ സഭയിൽ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതാണ് അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷിക്കുത്തുണ്ടാവില്ല മനുഷ്യന്. അപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞതിന് മനസാക്ഷിക്കുത്തുണ്ടാവില്ല. അപ്പോൾ മനസാക്ഷിക്കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പ് സാക്ഷിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. വല്ലൂർ പോയി ബിഷപ്പുമാരോട് 5 രൂപ ചോദിക്കുക. അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ്, ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരമാണെന്ന് മനസ്സിലാണില്ലേ? അപ്പോൾ ഓരോരുത്തരും ഉയർന്നു കഴിയുമ്പോൾ, ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും. ഇതൊരു പ്രലോഭനമാണ്. അതാണ് ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ? ഉയർന്ന സ്ഥലത്ത് നിർത്തുന്നത് ഞാൻ പറയും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരോ ആണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കണമെന്ന് ഉറപ്പാണ്. എൻ്റെ മക്കളെ പേയ്മെൻ്റാണ് ഇതെല്ലാം മുഴുവനും. അത് വെച്ചാൽ നമ്മൾക്ക് അത് ദൈവദൃശ്യനെതിരെ അതും ശരി ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണമെന്ന് ദൈവത്തെടുത്ത് നടക്കത്തൊരു പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ
ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മൾ. പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത്? അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. മരുഭൂമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് വശത്താണ് നിൽക്കണമെന്നുള്ളതിന്, അല്ലാതെ രണ്ട് വില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ
കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ ആവേ
രഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ
നാലാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ആവേ 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 മരിയ ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ,
നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശംസികായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും. എൻ്റെ പേര് നീതു. ഞാനിപ്പോൾ വരുന്നത് കോട്ടയത്തു നിന്നാണ്. 4.5 വർഷമായിട്ട് ഞാൻ UK ഫാമിലിയായിട്ട് അവിടെ സ്ഥിരതാമസമാണ്. ഇത് എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. 2019 ജൂലൈ 3 തുടങ്ങി ഞാൻ ഉടമ്പടിയിലാണ്. എൻ്റെ ഇതിന് മുമ്പത്തെ ഉടമ്പടി സാക്ഷ്യത്തിൽ എനിക്ക് UK പോകാൻ മാതാവ് വഴി ഈശോ അനുഗ്രഹിച്ച സാക്ഷ്യം ഞാനിവിടെ അൾത്താരയിൽ കയറി പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും എനിക്ക് 2ാമത്തെ ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു അവസരമല്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാനിപ്പോൾ UK നിന്ന് വന്നിരിക്കുന്നത് ഒരു എമർജൻസി ലീവ്, അതായത് ഒരു മാസമായിട്ട് എനിക്ക് പെട്ടെന്ന് നടുവിന് കലശലായ വേദന ഉണ്ടാവുകയും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ, ഞാൻ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു UK. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അതുമാതിരി നടുവേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഞാൻ സിക്ക് ലീവ് എടുത്ത് അവിടെ ഡോക്ടറെ, ഞങ്ങൾ അവിടെ ജനറൽ പ്രാക്ടീഷണറെ കണ്ട് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കുക, പെയിൻ കില്ലേഴ്സ് എടുക്കുക. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും എനിക്കൊരു കുറവും ഇല്ല, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റണില്ല. എനിക്ക് 2 പിള്ളേരുണ്ട്, ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റണില്ല, ഒന്നും പറ്റണില്ല. അപ്പം ഞാൻ പിന്നീട് അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ റേഡിയേറ്റിംഗ് ഉള്ള കാരണം MRI ചെയ്യാം. MRI ചെയ്തു. MRI ചെയ്തപ്പോൾ അവർ പറഞ്ഞു 3 സ്ഥലത്ത് ഡിസ്ക് ബൾജുണ്ട് സ്പൈനൽ കോഡിൽ. അതുപോലെ തന്നെ അവർ സ്പൈനൽ കോഡിൻ്റെ MRI ആണ് ചെയ്തെങ്കിലും ഇൻസിഡൻ്റൽ ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് തലയിൽ ഹെഡിൽ ഒരു സിസ്റ്റ്, എൻലാർജ്ഡ് സിസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ അത് അവർ ആ MRIയിൽ നോട്ടിഫൈ ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഫർദർ അപ്പോയിൻമെൻറ്റ്, ഇത് നേരത്തെ അറിയാൻ മേലാത്ത കാര്യമാണെങ്കിൽ ഫർദർ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർ നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമായിരുന്നു, ഈ സിസ്റ്റ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ആ റിപ്പോർട്ട് ഡോക്ടർ കണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും അവരെ ഫിസിയോതെറാപ്പിക്ക് റെഫർ ചെയ്തു ഈ നടുവേദനയ്ക്ക് വേണ്ടി. പക്ഷേ ഫിസിയോതെറാപ്പിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ 1 മാസം കഴിയും. അതുപോലെ ഒരു ഓർത്തോ ഡോക്ടറെ കാണണമെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഈ സിസ്റ്റം നിൽക്കുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പം തൊട്ടേ തലവേദന ഉണ്ടാകാറുണ്ട്, സൈനസൈറ്റിസ് ഉണ്ടാകാറുണ്ട്. അത് സൈനസൈറ്റിസിൻ്റെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഈ റിപ്പോർട്ടിൽ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുക. ഞാൻ ഓൾറെഡി NRI ഉടമ്പടി ആയതുകൊണ്ട് 1 കൊല്ലമാണ് അതിൻ്റെ ഇതെങ്കിലും എനിക്ക് പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തോന്നുക. ഓൺലൈൻ ഉടമ്പടി എടുത്തു, ഈ നിയോഗം വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് എന്നെ തോന്നിപ്പിക്കുകയാണ് പെട്ടെന്ന് നാട്ടിലോട്ട് പോവുക, നാട്ടിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെ കഴിഞ്ഞ മാസം 13-13 തീയതി ഞാൻ നാട്ടിൽ വന്നു. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് നടുവേ, അത്രയും ട്രാവൽ ചെയ്ത് വന്നെങ്കിലും ഞാൻ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നീട് പിറ്റേ ദിവസം റിപ്പീറ്റ് MRI ചെയ്തു. റിപ്പീറ്റ് MRI ചെയ്തപ്പോൾ ഈ സെയിം ഡിസ്ക് ബൾജും ഉണ്ട്, അതിൻ്റെ കൂടെ പ്രൊട്രൂഷനും ഉണ്ട്, അതുപോലെ തന്നെ തലയിലെ സിസ്റ്റം അതേപടി ഉണ്ട്.
അപ്പം നടുവേദനയാണ് അന്നപ്പം നിൽക്കണത്. സിസ്റ്റിൽ എനിക്ക് വേറെ സിംറ്റംസ് ഒന്നുമില്ല. അപ്പം നടുവേദന ആദ്യം ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു 10 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് നേരത്തെ ഉണ്ടതിലും കൂടുതൽ പെയിൻ അനുഭവപ്പെടുക. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഈശോ ഇത് എന്തോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല മാതാവ്. ഞാൻ നിൻ്റെ തീരുമാനപ്രകാരമല്ലേ ഞാനിങ്ങനെ വന്നേ, അങ്ങനെ അതിനല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ, എന്നിട്ട് എന്തിനാണ് എനിക്കിങ്ങനെ വേദന തരുന്നതെന്ന് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ദൈവം ഈശോ എൻ്റെ അടുത്ത് തോന്നിപ്പിക്കുവാണ്, മരുന്നോ ലേവനോ ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അന്ന് രാത്രിയിൽ മുഴുവൻ ഞാനിതിങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേന്ന് ഞാൻ ഡെയിലി ബ്രെഡിന് കാണാൻ വേണ്ടി 5:30 ആയപ്പോൾ എഴുന്നേറ്റു. ഞാൻ ഡെയിലി ബ്രെഡും കഴിഞ്ഞു, ഒരു കൊന്തയും ചൊല്ലി ഞാൻ കടന്നു. അപ്പോൾ ആ കലശലായ വേദന വന്ന നൈറ്റിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചു, എൻ്റെ ഈശോ ഇവിടെ വന്നിട്ട് ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും എനിക്കൊരു പ്രയോജനമില്ല, എനിക്ക് അച്ഛൻ്റെ ഒരു കയ്പ് ശുശ്രൂഷ വഴി എനിക്ക് സൗഖ്യം കിട്ടും. പക്ഷേ എനിക്ക് അന്നേരം ഇപ്പം ട്രാവൽ ചെയ്ത് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. എന്നെ ആരും സമ്മതിക്കത്തില്ല, എന്നെ ഇവിടെ അത്രയും ദൂരം ഇവിടെ വന്ന് ട്രാവൽ ചെയ്യാമെന്ന് ആരും സമ്മതിക്കില്ല. പക്ഷെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു. പിന്നെ ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡെയിലി ബ്രെഡ് കണ്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയപ്പം എനിക്ക് ജോസഫ് അച്ഛനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്. അച്ഛൻ എനിക്കറിയാവുന്ന ഒരു ഇടവക പള്ളിയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുക. അപ്പോൾ ധ്യാനിപ്പിച്ച് ഞാൻ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുർബാന സ്വീകരണമായപ്പോൾ അച്ഛൻ്റെ ലൈനിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം വന്നപ്പം ഞാൻ അച്ഛൻ്റെ ലൈനിൽ വന്നു. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ഈശോയെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയാൽ അച്ഛൻ കൈ പിടിച്ചിരിക്കുന്ന ആ കയ്യിലൊന്ന് തൊട്ട് അന്നേരപ്പം എനിക്ക് ഒരാശ്വാസം ലഭിക്കും. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. അച്ഛൻ്റെ അടുത്ത് കുർബാന സ്വീകരിക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിലൊന്ന് തൊട്ടു. അതേ തുടർന്ന് അച്ഛൻ എനിക്ക് കുർബാനയും തന്നു. കുർബാന തന്ന് കഴിഞ്ഞ് അത് റിയലായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുക. ആ കുർബാന എനിക്ക് തന്ന പുറകെ എനിക്ക് ശരീരം മുഴുവൻ അങ്ങൊരു അനുഭവം ഉണ്ടാവുകയാണ്. എന്നിട്ട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഞാൻ വേറെ എന്തൊക്കെയോ അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുവാണ്, ഈശോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ. അപ്പോൾ അന്ന് തുടങ്ങി എനിക്ക് നടുവേദനയ്ക്ക് നല്ല മാറ്റം തുടങ്ങി. പിന്നീട് എൻ്റെ അടുത്ത് ഇങ്ങനെ തോന്നിക്കുകയാണ്, ഈ സിസ്റ്റിൻ്റെ കാര്യം അവിടെ ചെന്നാൽ ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം ഒരു ENT ഡോക്ടറെ, കാരണം അത് സൈനസിൻ്റെ സ്ഥലത്താണ് അസിസ്റ്റ് കാണിച്ചേക്കുന്നത്, എന്നാൽ ഒരു ENT ഡോക്ടറെ കാണിച്ചേക്കാം അന്നും പറഞ്ഞുകൊണ്ട് ENT ഡോക്ടറെ ഞാൻ പോയില്ല. അമ്മ കൊണ്ട് ഈ MRI റിപ്പോർട്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു MRIയിൽ നമുക്ക് ഇതല്ല, നമുക്ക് CT കോൺട്രാസ്റ്റ് വെച്ച് ചെയ്യണം. അങ്ങനെ CT കോൺട്രാസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ CT കോൺട്രാസ്റ്റ് ചെയ്തു. ഈ ENT ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടറുടെ പേര് വിനോദ് എന്നാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ആ റിപ്പോർട്ടിനകത്ത് ഞാൻ നോക്കിയിട്ടും അതിൻ്റെ അകത്ത് സിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, ബട്ട് ഒരു സൈനസൈറ്റിസിന് ഇൻഫ്ലമേഷൻ അങ്ങനത്തെ ഫൈൻഡിങ്സേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടറും പറഞ്ഞു ഇതിനകത്ത് സിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, പക്ഷേ സൈനസൈറ്റിസ് അതിന് മരുന്ന് തരാം, അത് കഴിച്ചാൽ മതി, അത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് മനസ്സിലാക്കുന്നില്ല. പിന്നെ എനിക്ക് ഈ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ എപ്പോഴും കേട്ടോണ്ടിരുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെയാണ്. അപ്പം കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് മാതാവ് തോന്നിക്കുകയാണ്, നീ പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം, അതായത് ഒരാളുടെ ചെവിയുടെ കാഴ്ചയ്ക്ക് 20% ഉണ്ടായിരുന്നുള്ളൂ കേൾവി. പിന്നെ ഡോക്ടർ വിനോദിനെ ആക്സിഡൻ്റലി അവർ ചെന്ന് കണ്ടപ്പോൾ ആ ഡോക്ടർ അവരുടെ കാഴ്ചയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പം ഞാനും ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ ഞാനും വിനീത് എന്ന് പറഞ്ഞ ഡോക്ടറാണല്ലേ കണ്ടേ, ആ ഡോക്ടർ തന്നെയാണല്ലോ എൻ്റെ അടുത്ത് സിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ജോസഫ് അച്ഛനെ ആ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അനുഭവങ്ങളും ഈ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കണം, ഈശോയെ എനിക്ക് ആ സംഭവം കഴിഞ്ഞ് പിന്നെ മാതാവ് എൻ്റെ സിസ്റ്റ് എടുത്ത് കളഞ്ഞു. അപ്പം അതും സാക്ഷ്യത്തിൽ പറയണമെന്ന് എന്നെ മാതാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത്ഭുതകരമായി അങ്ങനെ എൻ്റെ തലയിൽ ആ സിസ്റ്റ് മാതാവ് വഴി ഈശോ മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ നടുവിലെ വേദന എനിക്ക് ഒത്തിരിയും കുറവുണ്ട്, ഒരു 90% കുറവുണ്ട്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എനിക്ക് ഇനി പഴയ പോലെ ജോലി ചെയ്യാനും എൻ്റെ ഡ്യൂട്ടിയും ചെയ്യാനും എൻ്റെ പിള്ളേരെ നോക്കാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തിങ്കളാഴ്ച തിരിച്ച് UK പോവുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം.
രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് UK ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചതിനാണ്. 2023 മുതൽ ഞങ്ങൾ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ആദ്യം അതിനുള്ള അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ബട്ട് ആദ്യത്തെ തവണ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് മെറിറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ലോൺ സാങ്ഷനാണ്, വെക്കാനുള്ള ഡിപ്പോസിറ്റ് ഉണ്ട്. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശോയെ മാതാവ് ഇതുവഴി നടത്തും, അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു വീടിന് കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. അതിൻ്റെ കീ ഡിസംബർ 14 തീയതി 2023 കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ബട്ട് അവസാന ആഴ്ചയായപ്പോൾ അത് പറയുവാണ്, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊരു ഞങ്ങളുടെ സോളിസിറ്റർ ഞങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. സോളിസിറ്റർക്ക് കൊടുത്ത പൈസയൊക്കെ നഷ്ടമായി. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതായിരുന്നു, പക്ഷേ അതങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നാലും വിചാരിച്ചു മാതാവ് ഇതിലും നല്ലത് ഞങ്ങൾക്ക് തരും. അങ്ങനെ വീണ്ടും അതിനുവേണ്ടി വീണ്ടും അന്വേഷിച്ച് തുടങ്ങി. ഞാൻ ഉടമ്പടിയിൽ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നു, ഉടമ്പടി പുതുക്കി, ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചു. നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് അവിടെ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയ മാതാവുണ്ട്, ആ മാതാവിൻ്റെ അവിടെ പോയി മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ ഈ വീട് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ലീവ് കഴിഞ്ഞ് ചെന്നു. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. അവസാനം ഇതുപോലെ വീണ്ടും ഒരു തടസ്സം ഉണ്ടാവുകയാണ്, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഓണർ. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഞങ്ങളുടെ മോർഗേജിൻ്റെ വാലിഡിറ്റിയും തീരാറായി. അപ്പോൾ ഞാനിങ്ങനെ വിശുദ്ധ കുർബാന, അവിടെ ഇംഗ്ലീഷ് കുർബാന 12 മണിക്കുണ്ട്. അപ്പം ഞാൻ ആ കുർബാനയിൽ പോയി പങ്കെടുക്കുക. അപ്പോൾ അന്ന് അച്ഛനവിടെ വായിച്ച സുവിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, ആ ഒരു വാക്യം മാത്രം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തട്ടി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 9 വാക്യം, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ ഞാനന്ന് വിശ്വസിക്കുവാണ്, ഈശോയെ ഇന്ന് എൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകും, എന്താണെങ്കിലും ഒരു തീരുമാനമുണ്ട്. അന്ന് വീട്ടിൽ ചെന്നു. അന്ന് ഞങ്ങൾക്ക് മെയിൽ വരുവാണ്, അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കീ കിട്ടും. അങ്ങനെ ഡിസംബർ 14 പ്രത്യക്ഷീകരണത്തിൻ്റെ 10ാം വാർഷികമൊക്കെ നടന്ന ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ഡിസംബർ 7 അല്ലെ 14 ആ സമയത്ത് 14 ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു 2024. അങ്ങനെ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ ഭവനം ഞങ്ങൾക്കൊരു പള്ളിയുടെ അടുത്താണ് കിട്ടിയത്. ആ പള്ളിയുടെ പേര് മാതാവിൻ്റെ നാമത്തിലുള്ളൊരു പള്ളി, സെൻറ്റ് മേരീസ് RC ചർച്ച്, അതിന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പള്ളിയുടെ അടുത്താണ് ആ ഭവനം കിട്ടിയിരിക്കുന്നത്. അതുപോലെ ആ ഭവനം കിട്ടിയിരിക്കുമ്പോൾ അതിന് മാതാവ് അത്രയും ലേറ്റ് ആക്കിയതിനുള്ള ഒരു കാരണം അന്നപ്പം ഞാൻ ചിന്തിച്ചെടുക്കുമായിരുന്നു. കാരണം ആദ്യത്തെ വീട് എടുത്തിരുന്നെങ്കിൽ അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6.5 ഒക്കെ ആയിരുന്നു. പക്ഷേ അത് പിന്നീട് കുറഞ്ഞു വന്ന് ഞങ്ങൾ ഈ വെയിറ്റിംഗ് ടൈമിൽ കുറഞ്ഞ് അവസാനം ഞങ്ങളുടെ പ്രോസസ്സിങ് ആയപ്പം 4.5 ആയി. അതുപോലെ അങ്ങനെ മാതാവ് ഞങ്ങൾ ഒരുക്കുമായിരുന്നു, ഞങ്ങളുടെ ഡിപ്പോസിറ്റ് കൂട്ടി. അപ്പം ഈ കിട്ടിയിരിക്കുന്ന വീട്ടിൽ കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആരുടെ അടുത്തൊന്നും കടമൊന്നും വാങ്ങാതെ ആ പണിയെല്ലാം ചെയ്ത് ഈ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഞങ്ങൾക്ക് ആ വീട് സ്വന്തമാക്കാൻ സാധിച്ചു. പിന്നീട് നമ്മൾ UK ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡായിട്ടാണ് ഒരു വാഹനം വാങ്ങിക്കുന്നത്. കുറച്ച് നാളത്തേക്കാണ് വാങ്ങുന്നത്. അപ്പോൾ വീടൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചു, ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചൊന്നുമില്ല, ഇങ്ങനെ ആഗ്രഹിച്ചു ഈശോയെ ഒരു വാഹനം കൂടെ. കാരണം ഈ പഴയ വാഹനമാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ അടയ്ക്കണം. അപ്പോൾ ആ വാഹനം കൊടുത്തൊരു പുതിയ വാഹനമാണെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ നാത്തൂൻ, ആൾ UK ആളിവിടെ വന്നപ്പം ആളുടെ അടുത്ത് ഞാൻ ചുമ്മാ പറഞ്ഞു, മാതാവിൻ്റെ ഒരു കീ ചെയിൻ വാങ്ങിച്ചിട്ട് വരണം. ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. അപ്പോൾ കീ ചെയിൻ വാങ്ങിച്ചിട്ട് വരണം. ആൾ കീ ചെയിൻ വാങ്ങിച്ച് എനിക്ക് കൊണ്ട് തന്നു. പിന്നീട് എന്താ നടന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു തോട്ടുണ്ട്, ഞങ്ങൾക്ക് NHSന്ന് ഇങ്ങനെ ലീസോഡിൽ വാഹനം എടുക്കാം. അങ്ങനെ ഒരു വാഹനം ഞങ്ങൾക്ക് കിട്ടി. അതിൽ മാതാവ് തന്നെ തന്ന് ആ വാഹനത്തിൻ്റെ കളറ് തനി ഗ്രേ കളറാണ്. മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയാണ് ഞങ്ങൾക്ക് ആ വാഹനവും ലഭിച്ചത്. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നാത്തൂൻ ഇവിടെ വരുമ്പോഴും അല്ലെങ്കിൽ അമ്മയോടും പറയും, ഇവിടെ വന്നിട്ട് പത്രം വാങ്ങിച്ച് ആരുടെ കയ്യിലെങ്കിലും കൊടുത്തുവിടുക, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ വരുമ്പോൾ കൊടുത്തുവിടാൻ പറയും. അപ്പോൾ ആദ്യമൊക്കെ മലയാള പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മലയാളം കുർബാന നടക്കുന്ന പള്ളിയുണ്ട്. അപ്പോൾ അവിടെയാണ് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അവിടെ ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന പള്ളിയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര മടിയായി. ഈശോയെ ഈ ഇംഗ്ലീഷുകാരെന്ത് പറയും, ഞാൻ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക അവരെ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ കൊണ്ടുപോയെങ്കിലും കുർബാനയ്ക്ക് കൊണ്ടുപോയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് അതിനുള്ള ധൈര്യം വന്നില്ല. പിന്നീട് ഈ നടുവേദന ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, അതാണ്
ദൈവം നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ നടുവേദന ഇങ്ങനെ തന്നപ്പോൾ എനിക്ക് തോന്നിക്കുകയാണ് ഈ പത്രം നീ എത്രയും പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തു. അന്ന് കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ കുർബാന കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങി വരുമ്പോൾ ഞാൻ പറയുകയാണ്, ഐ എം എ മരീൻ മിഷണറി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മരീൻ അപ്പാരിഷ്, ഇറ്റ്സ് ഹാപ്പൻ ഇൻ കേരള എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അറിയത്തില്ല എനിക്ക് എങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ പറ്റിയെന്ന്. അവരെല്ലാവരും ഓരോരുത്തരോട് പറയുന്ന എല്ലാവരും നിന്ന് കേൾക്കുക. അങ്ങ് അവർ പറഞ്ഞ് കേട്ട് അവർക്ക് ഞാൻ ഓരോ പത്രവും കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും എൻ്റെ മൂത്ത മകനും നിന്നാണ് കൊടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത്ര വിശ്വാസമില്ല ഉടമ്പടിയിൽ. വിശ്വാസമുണ്ട് എന്നാൽ അതിനെതിരും ഒന്നുമല്ല. പക്ഷെ ആളും ഇളയ മകനും മാറി നിൽക്കുക. അപ്പം എൻ്റെ മൂത്ത മകനുണ്ട് എൻ്റെ കൂടെ കൊടുക്കാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി മകനോട് പറയുകയാണ്, നിൻ്റെ അമ്മ ഷീസ് എ മരീൻ മിഷണറി, സോ ടേക്ക് കെയർ ഓഫ് ഹർ എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞ് ഏൽപ്പിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസരമായിരുന്നു അതൊക്കെ. കാരുണ്യപ്രവർത്തികൾ അമ്മ വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മ പറയും ഇന്നയാൾ ആശുപത്രിയിലാണ്, ഇന്നയാൾ വെന്റിലേറ്ററിലാണ്, അപ്പോൾ അവർക്ക് അങ്ങനെ സഹായം കൊടുക്കും. അതല്ലാതെ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് അമ്മയോട് പറയും മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വാർഡിൽ പോയിട്ട് അർഹതയുള്ളവർക്ക് ഈ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് അമ്മേനെ അങ്ങനെ ഏൽപ്പിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ എൻ്റെ പിള്ളേർ ദിവസേന ഞങ്ങൾ ഒരു ദിവസം പോലും പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇപ്പം എവിടെയെങ്കിലും യാത്രയിൽ പോകുകയാണെങ്കിലും ഞങ്ങൾ വണ്ടിയിലിരുന്ന് കൊന്ത എത്തിക്കാതെ കിടക്കത്തില്ല അന്നത്തെ ദിവസം. അപ്പോൾ മക്കളുണ്ടെങ്കിൽ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നതാണെങ്കിൽ അവരുഴപ്പ്. അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്ന പണ്ട് തുടങ്ങി ഇവിടെ ചെറിക്കോ പ്രാർത്ഥന തുടങ്ങിയ അവസരം തൊട്ടേ ഞാൻ കുഞ്ഞു കൊച്ചിൻ്റെയിൽ ഈശോയുടെ ക്രൂശരൂപം കൊടുക്കും, മകൻ്റെയിൽ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊടുക്കും, രൂപം കൊടുക്കും. ഞാൻ തിരിയും പിടിച്ച് ഞങ്ങൾ വീട് മുഴുവൻ ചെറിക്കോ പ്രാർത്ഥന ചൊല്ലിയാണ്. ആ രീതിയിലാണ് ഞങ്ങൾ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. കുർബാനയല്ല, കൊന്ത എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മുറിയിലും പോകും. അപ്പോൾ ആ പോകുന്ന അവസരത്തിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ മാതാവിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന പാട്ടില്ലേ മരിയ തായെ, ആ പാട്ട് പാടി. അപ്പോൾ എൻ്റെ മൂത്ത മോൻ എപ്പോഴും പറയും, അമ്മേ ഈ പാട്ട് ഭയങ്കര ഇമോഷണലാണ്, എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഈ പാട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. അമ്മ മാതാവിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ. എനിക്ക് ഉടമ്പടിയിൽ നിന്ന് പുറത്തു പോകണമെന്നേ തോന്നുന്നില്ല. നാട്ടിലെ ഇവിടെ ലീവിന് വന്നാൽ എത്ര ദിവസം ഇവിടെ വരാൻ പറ്റുമോ അത്രയും ദിവസം വരാൻ ഞാനിവിടെ ആഗ്രഹിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും, എടി പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്, പക്ഷേ അന്ധമായ പ്രാർത്ഥനയൊന്നും. അപ്പോൾ ഞാൻ അച്ചാച്ചനോട് പറയും, എൻ്റെ വീട്ടിൽ വരുന്നതിലും എനിക്കിഷ്ടമാണ് കൃപാസനത്തിൽ. ഇപ്പം 3 ആഴ്ചയാണ് ലീവിന് വരുന്നെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനിവിടെ വന്നിരിക്കും, ഒരു കൊന്ത ചെല്ലും, പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഈ ഉടമ്പടി ഇല്ലാതെ എനിക്കിനി മുന്നോട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഈ ഉടമ്പടി തന്നെ നിലനിൽക്കുന്നതാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. നിധു ജോസഫ് എന്ന മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഇത് അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളുടെ, ആർക്കും തുറക്കാനാവില്ലെന്ന് കരുതുന്ന വാതിലുകൾ നമുക്ക് വേണ്ടി അമ്മ മാതാവ് സുരക്ഷിതമായി തുറന്നു തന്ന് ജീവിതത്തെ ബലപ്പെടുത്തുന്ന നാളുകളാണിത്. അതുകൊണ്ട് ജീവിത പ്രശ്നം എന്തുമാവട്ടെ, അത് അമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിച്ചുകൊണ്ട് നമുക്കത് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അമ്മ മാതാവ് ഈശോയിലൂടെ അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും നൽകിക്കൊണ്ടിരിക്കാം. സഹോദരി പറഞ്ഞു, ഒരു ഭവനം കിട്ടിയതിനെക്കുറിച്ച് കുറച്ചു നാളായി ആഗ്രഹിക്കുന്നു, പക്ഷേ അത് താമസിച്ചു പോകുന്നു, നീണ്ടുപോകുന്നു, ദൂരമായി പോകുന്നു. അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെ ഭവനത്തിലേക്ക് എത്തുന്നില്ല. ഉടമ്പടിയിൽ വെച്ച നിയോഗമാണ്. എന്തുകൊണ്ട് അമ്മ മാതാവ് ഈ ഒരു നിയോഗം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു, ക്ലേശത്തിലാക്കുന്നുവെന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. മകൾ സാക്ഷ്യത്തിൻ്റെ ആ ഭവനത്തിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അവസാനം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്നൊരു ഭവനമുണ്ട്, അത് അമ്മ മാതാവ് തന്നെ നൽകിയതാണ്.
അമ്മ മാതാവ് 2-3 തരത്തിൽ ഞങ്ങളെ അതിനെ സഹായിച്ചു. ടൈം ലാഗ് ഉടമ്പടിയുടെ കണ്ടൻ്റ് ആണെന്ന് ജോസഫ് അച്ഛൻ പറയും. കാരണം ചില സമയദൈർഘ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അത് ശുഭകരമാക്കുന്നതിന്, കൂടുതൽ ഭാരങ്ങൾ എടുത്തു കളയുന്നതിന് സഹായിക്കുന്നതാണ്. സഹോദരി പറഞ്ഞു, ഒന്ന്, എൻ്റെ പള്ളിയുടെ അടുത്തേക്ക്, എൻ്റെ വീട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ എനിക്കൊരു പള്ളി എത്തുന്ന വിധത്തിൽ എനിക്കൊരു വീട് കിട്ടി. 2, 6.5% പലിശയിൽ നിന്ന് 4.5% പലിശ താഴ്ത്തിക്കൊണ്ട് എനിക്കൊരു ഭവനം കിട്ടി. 3, ഞങ്ങളുടെ ഡിപ്പോസിറ്റ് അല്പം വർദ്ധിക്കുവാനും അതുവഴി കടഭാരം കുറയ്ക്കുവാനും അമ്മ മാതാവ് ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് ഒരു അനുഗ്രഹം നമുക്കൊരു പാക്കേജായി അമ്മ നൽകുമ്പോൾ ആ അനുഗ്രഹത്തിന് അമ്മ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ആലോചന ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നതിനപ്പുറം അമ്മ കാണുന്നു, നാം വിചാരപ്പെടുന്നതിനപ്പുറം അമ്മ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നു. നമ്മുടെ ഭാരങ്ങൾ എത്രത്തോളം കുറച്ചു കൊണ്ടുവരാമോ, ജീവിതം എത്ര കണ്ട് സുരക്ഷിതമാക്കാമോ, അത്ര കണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് അമ്മ മാതാവ് ക്രമപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ചില സമയദൈർഘ്യങ്ങളെ പ്രതി നിങ്ങൾ സങ്കടപ്പെടരുത്. ചില സമയദൈർഘ്യങ്ങൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുവാൻ, ബലവത്താക്കുവാൻ വേണ്ടി ദൈവം, അമ്മ മാതാവ്, ഈശോ അനുവദിച്ചു തരുന്നതാണെന്ന് വിശ്വസിക്കുവാൻ പറ്റണം. മറ്റൊന്നൊരു വാഹനത്തെക്കുറിച്ചാണ് സഹോദരി സൂചിപ്പിച്ചത്. വാഹനത്തെക്കുറിച്ച് ആഗ്രഹിച്ചു, പക്ഷേ അത് എടുക്കുവാൻ പറ്റുമോ എന്നൊന്നും അറിയുന്നില്ല. അമ്മയോട് ഈ നിയോഗം വെച്ചിരുന്നു. എന്നാൽ സഹോദരി പറയുന്നുണ്ട്, എങ്ങനെയെന്ന് പോലും അറിയാതെ അമ്മ മാതാവിൻ്റെ അതേ നിറമുള്ള ഒരു വാഹനം ഇന്ന് പുതിയത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അങ്ങനെ അമ്മ മാതാവിനോട് ചേർന്നുള്ള ജീവിതം അമ്മ മാതാവ് സുരക്ഷിതമാക്കി കൂടുതൽ സന്തോഷത്തിൽ, സമാധാനത്തിൽ, ദൈവചൈതന്യത്തിൽ നമ്മൾ നിരന്തരം മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കും. സഹോദരി പറയുന്നുണ്ട്, 3 ആഴ്ചയുടെ അവധിക്കാണ് UK-യിൽ നിന്ന് നാട്ടിൽ വരുന്നതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അമ്മയുടെ അരികിൽ വന്ന് ഒരു ജപമാല ചൊല്ലി ഇത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന്. അതൊരു ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ ജീവിതത്തെ അമ്മയോട് ചേർത്ത് വെച്ച് ഞാൻ ഇങ്ങനെ തിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഈശോയ്ക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയോടൊത്ത് ഒരല്പനേരം ഇരിക്കുന്നത് എൻ്റെ ജീവിതത്തിന് വരുന്ന ഏതൊരു വിഷയത്തിനുമേലും തീരുമാനമാക്കി തരുവാൻ അമ്മ എനിക്ക് വേണ്ടി ഇടപെടും എന്ന ബോധ്യമാണ്. ഈ കുടുംബത്തിന് മകൾക്ക് ലഭിച്ച ഓരോ ദൈവാനുഭവത്തിനും അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ നമുക്കിപ്പോൾ സമർപ്പിക്കാം.